നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ അപേക്ഷയും ജനുവരി മാസത്തെ പെൻഷൻ വിതരണം എന്നാണ് തുടങ്ങുക എന്നതിനെക്കുറിച്ചും, സ്ത്രീകൾക്കുള്ള 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് എന്നു മുതലാണ് ആ പണം ലഭിച്ചു തുടങ്ങുക, അതുപോലെ തന്നെ ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് അപേക്ഷ നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ട് ഇപ്പോൾ ആനുകൂല്യങ്ങൾ നിലവിലില്ല, ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മാസം 1000 രൂപ ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. 35 വയസ്സിന് മുകളിലുള്ള 60 വയസ്സ് തികയാത്ത എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളാകാം. നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുക. നിലവിൽ അവർക്ക് മറ്റ് പെൻഷൻ പദ്ധതികളിൽ നിന്ന് അംഗങ്ങളാവാൻ പാടില്ല എന്നൊരു റൂൾസ് കൂടി ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ പ്രായം തെളിയിക്കുന്ന രേഖ, അവരുടെ ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, SLC ബുക്ക്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് മുതലായ രേഖകൾ ഹാജരാക്കാൻ സാധിക്കും. അതിനുശേഷം ആധാർ കാർഡ്, അവരുടെ റേഷൻ കാർഡ്, ഒരു ഫോട്ടോ എന്നിവയുമായി നിങ്ങൾ ഏതെങ്കിലും തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തമായി തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നമ്മുടെ റേഷൻ കാർഡിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. ഈ 2 ഫോണിലേക്കും OTP വരുന്നുണ്ട്. അങ്ങനെ OTP കൂടി അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ജനുവരി മാസം മുതൽ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. എന്ന് മുതലായിരിക്കും പെൻഷൻ വിതരണം തുടങ്ങുക എന്ന് അറിയില്ല. ഏകദേശം ജനുവരി അവസാനത്തിലായിരിക്കും 2 പെൻഷനും നമുക്ക് ലഭിക്കുക. നമുക്കറിയാം, ഇപ്പോൾ 2000 രൂപയാണ് മറ്റ് ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. ഇവരും വർഷാവർഷമുള്ള മസ്റ്ററിങ്ങിൽ ഇവരും പങ്കാളികളാകേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ മറ്റു പെൻഷനുകൾക്കും, വിധവാ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, കാർഷിക പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. മുകളിൽ പറഞ്ഞ രേഖകൾ തന്നെയാണ് അവർക്കും ആവശ്യമുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജനുവരി മാസം മുതൽ അവർക്കും പെൻഷൻ ലഭിക്കുന്നതാണ്. നമുക്കറിയാം, അടുത്ത വർഷത്തെ ബജറ്റ് ജനുവരി 15-ാം തീയതിയോ 16-ാം തീയതിയോ ആയിരിക്കും അവതരിപ്പിക്കുക. ആ ബജറ്റിൽ ചിലപ്പോൾ പെൻഷൻ പണം കൂടാനും സാധ്യത കാണുന്നുണ്ട്. ഇനി വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് നിയമസഭാ ഇലക്ഷന് ബാക്കിയുള്ളത്. ആ ഇലക്ഷന് മുമ്പ് തന്നെ സർക്കാർ പറഞ്ഞിരുന്ന കാര്യമാണ് 2500 രൂപ പെൻഷൻ ആക്കുമെന്നുള്ളത്. അതിലേക്കായിരിക്കും സർക്കാർ ചിലപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അർഹതയുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കാരണത്തിൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്ത് കാരണം കൊണ്ടാണ് മുടങ്ങിയതെന്ന് മനസ്സിലാക്കി അവരും അതിനുള്ള അപേക്ഷയും അപ്പീലും നൽകി കഴിഞ്ഞാലും തുടർന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അർഹതയുണ്ടായിട്ടും ഒരുപാട് ആളുകൾ വെള്ള, നീല റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ 1000 രൂപയുടെ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ അവസരമുണ്ട്. നിങ്ങൾ വാടക താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വാടക അഗ്രിമെൻറ്റ്, അതല്ല നിങ്ങൾ ചെറിയ വീട്ടിലാണ്, 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ പഞ്ചായത്തിൽ നിന്നും വീടിൻ്റെ അളവ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നതാണ്. ഓൺലൈൻ വഴിയാണ് ഇതിനെല്ലാ അപേക്ഷകളും കൊടുക്കേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്തിലേക്കായാലും ശരി, വില്ലേജിലേക്കായാലും അതുപോലെ തന്നെ റേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓൺലൈനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേക സമയമുണ്ടാവാറില്ല. ഏത് സമയത്താണ് നമുക്ക് അർഹതയുള്ളത്, ഏത് സമയത്താണ് നമ്മൾ അതിന് എലിജിബിൾ ആകുന്നത്, ആ സമയത്ത് തന്നെ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന ആളുകളാണ് yes എന്നും അല്ലാത്ത ആളുകൾ no എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ തുടർന്ന് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.